ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നടന്ന് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. ഈ വണ്ടിയിലൊന്ന് കയറണമെന്ന് മോൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഹരിമാമൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പോവാമെന്ന്. അങ്ങനെ ഹരിമാമൻ്റെ കൂടെ ഞങ്ങൾ കാറ് കയറി ഒരു പാർക്കിലേക്ക് ചെറിയൊരു റൗഡിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് ഒരു പാർക്കിലേക്കാണ് കൊണ്ടുവന്നത്. വരുന്ന വഴി കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് ദുദുമോള് ചെറുതായി ഒന്ന് വീഴാൻ പോയി. അവളെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാർക്കിലെ കാഴ്ചകൾ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സമയം കിട്ടുമ്പോൾ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോവാൻ ശ്രമിക്കുക. അത് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ കൂടെ വലിയവരും ഈ സന്തോഷങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഈ പാർക്കിൻ്റെ മുഴുവൻ വീഡിയോയും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ പാർക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നല്ല നല്ല ഇതുപോലെ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ല പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഓരോ സ്ഥലത്ത് എല്ലാവർക്കും അത് ഉപകാരപ്പെടും. കുറഞ്ഞ ചിലവിൽ കുറച്ച് സമയത്തൊരു കുഞ്ഞ് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അത് ഉപകാരപ്പെടും. ഈ പാർക്കിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയവർക്ക് ഫീസ് അധികം വേണ്ട. ഇവിടുത്തെ ആൾക്കാർ മെയിൻ കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികൾക്കാണ് ഇവിടെ കുറച്ച് ഫീസ് ഉള്ളത്. വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ എമൗണ്ട് തന്നെയാണ്. പക്ഷേ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇവർ കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണ് ഇവിടെ ഫീസ് കൂടുതൽ. പിന്നെ ഓരോ റൈഡിനും കയറ്റാനും ഇറക്കാനും ഒക്കെ ആളുകളുണ്ട്, ശ്രദ്ധിക്കാനൊക്കെ ആളുകളുണ്ട് കേട്ടോ. റൈഡുകൾക്ക് ആളുകൾ വേണ്ട സ്ഥലത്തൊക്കെ ആളുകളുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തിരക്കില്ലാത്ത രീതിയിൽ ഓരോരുത്തർക്ക് സമയം അനുവദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില റൈഡുകളിൽ മാത്രം കേട്ടോ, ബാക്കി എല്ലാത്തിലും നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. റൈഡുകളെല്ലാം ഫ്രീ ആണ്. നമ്മൾ എൻട്രി ഫീസ് മാത്രം മതി. വേറെ ഓരോ റൈഡിൽ കയറാനായിട്ട് സ്പെഷ്യൽ ഫീസൊന്നും അവർ വാങ്ങിക്കുന്നില്ല കേട്ടോ. ശരിക്കും ഈ റൈഡ് കാണുമ്പോൾ ഒന്ന് അതിൽ കയറാനും അവരെ കൂടെ കളിക്കാനൊക്കെ എപ്പോഴും തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? തോന്നാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വീണാലും കുട്ടികൾക്ക് മുറിവൊന്നും പറ്റില്ല കേട്ടോ. നല്ല പച്ച മാറ്റ് ഇവിടെ വിരിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് വലിയ ഇഷ്ടമായത്. നിങ്ങളിങ്ങനെ കുട്ടികളെ കൊണ്ട് പാർക്കിൽ എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ടോ? വീക്കെൻഡിലാണോ പോവാറ്, അതോ വെക്കേഷൻ സമയത്ത് മാത്രമേ പോവാറുള്ളൂ? കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഊഞ്ഞാലാടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് വലിയവർക്കും വന്നിട്ടൊന്ന് ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി രസിക്കാം. ഇതാ ഫാമിലി ആയിട്ട് കണ്ടോ, അച്ഛനും അമ്മയും കുട്ടിയും കൂടെയൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. ഇതിൻ്റെ കൂടെ ഇവിടെ വരച്ച കുറച്ച് ചിത്രങ്ങളുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല വൈബ് തരുന്ന നല്ല ഭംഗിയുള്ള കുറേ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളും കൂടി ഞാൻ ഇതിൽ പ്രത്യേകം വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും നല്ല 3D എഫക്റ്റൊക്കെ തരുന്ന തരത്തിലുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയില്ലേ കാണാൻ? വരയ്ക്കുന്ന ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനായി തോന്നിയത് ഇവിടെയുള്ളൊരു സ്റ്റേജാണ് കേട്ടോ. നമ്മളെ കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ചെറിയ ചെറിയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വേദിയാണ്. ഈ യങ് കപ്പിൾസ് നന്നായി പാട്ട് പാടി. എന്ത് രസമായിരുന്നു എന്നറിയാം അവരെ പാട്ട് കേൾക്കാൻ. കുട്ടികളുടെ നല്ല രസകരമായിട്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരുപാട് കുട്ടികൾ ഡാൻസ് ചെയ്യാൻ വില്ലിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞുവാവ നന്നായിട്ട് കളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാൻ ഈ കുഞ്ഞുവാവൻ്റെ പ്രത്യേകം വീഡിയോ എടുത്തത്. അപ്പോൾ പാടാനും ആടാനും എല്ലാത്തിനും ഒരേ സമയം കഴിയുന്ന ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. പിന്നെ ലാസ്റ്റ് ഐറ്റം, എവിടെ ചെന്നാലും
നമ്മൾ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ചെറിയ 3 ഷോപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പ്. ഞങ്ങൾ കുറച്ച് സ്വീറ്റ് കോൺ വാങ്ങിച്ചു, അതുപോലെ പോപ്കോൺ വാങ്ങിച്ചു. ദർശന് വെള്ളം കൊടുക്കടാ. ഞങ്ങളിവിടെ പൊട്ടറ്റോ കഴിച്ച് തീരുന്ന സമയമായപ്പോഴേക്ക് ദർശന് പറ്റിച്ച് മാമനും കുട്ടേട്ടനും കൂടി അവൻ്റെ തീർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.